ജിഷ്ണു, ഛത്തീസ്ഗഡിൽ വീണ്ടും IED സ്ഫോടനമുണ്ടായി എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ബിജാപൂരിൽ നടന്ന സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു എന്നും അറിയാൻ സാധിക്കുന്നു. മേഖലയിൽ പരിശോധന നടത്തുകയാണെന്ന് സുരക്ഷാ സേന അറിയിച്ചിരിക്കുകയാണ്. ജിഷ്ണു, ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? അവിടുത്തെ ക്രമസമാധാന നിലയിലടക്കം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റ് വിശദ വിവരങ്ങളും കൂടി. ദേവിക, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ ശക്തമായ നടപടി സുരക്ഷാ സേന സ്വീകരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ബീജാപൂർ, നാരായൺപൂർ, കാങ്കർ മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റുമുട്ടലും ഇത്തരത്തിൽ സ്ഫോടനവും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ബീജാപൂർ മേഖലയിലാണ് IED സ്ഫോടനം നടത്തിയിട്ടുള്ളത്. സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേഖലയിലേക്ക് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ് എന്നുള്ളതും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കനുസരിച്ച് ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് നിയമം അനുസരിക്കുന്ന രീതിയിൽ പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കുന്നത്. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള IED സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. നേരത്തെ ഇതേ മേഖലയിൽ ബിജാപൂരിൽ തന്നെ IED സ്ഫോടനത്തിൽ 9 ജവാന്മാർ വീരമൃത്യു വരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഈ കാങ്കർ, ബിജാപൂർ, നാരായൺപൂർ മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സൈന്യം ആരംഭിച്ചിട്ടുള്ളത്. CRPFന്റെ കോബ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടാതെ മറ്റ് ഏജൻസികളും സംയുക്തമായുള്ള പരിശോധനകൾ തുടരുകയാണ്. അത്തരത്തിൽ സംയുക്ത പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ IED സ്ഫോടനം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ജവാന്മാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേഖലയിൽ പരിശോധന തുടരുകയാണ്. ദേവിക. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ നൽകിയത്.